പറഞ്ഞില്ല, ഈ വണ്ടി മുന്നിലേക്കാണ് ഓടുന്നത്. മാമിന് എന്ത് തടസ്സവും നിൽക്കുന്നത് മുന്നിലായിരിക്കുന്നത്. ബാക്കിലുള്ളവർ മാമിനെ കണ്ടോണ്ട് വരിക. മാം ബാക്കിലേക്ക് നോക്കിയിരുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൽ കണ്ണുടക്കിയ മാം ഫ്രണ്ടിലെ കാഴ്ച മറന്നു പോകും. വണ്ടി അപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറൊന്നും അല്ല. അപ്പോൾ എപ്പോഴും കൂടുതൽ ശ്രദ്ധ മാമിന് ഫ്രണ്ടാണ് ആവശ്യം. മുന്നിലേക്ക് ഓടുന്ന വണ്ടിക്ക് കൂടുതൽ ശ്രദ്ധ മുന്നിലെ ആവശ്യം. ഞാൻ പറഞ്ഞില്ല, മാമിനൊരു ചരിവ് എടുക്കാനോ ഒന്നും ഒഴിഞ്ഞു മാറാനോ ഒന്നും ബാക്കിലേക്ക് നോക്കി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ അലർട്ടാണ് ഓൾറെഡി. അയാൾ മാമിനെ ടാർഗറ്റ് ചെയ്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ വരുന്നവർ ഓക്കെയാണ്. മാം അവരെ നോക്കി പേടിക്കരുത്. മാമിന് ഞാൻ പറഞ്ഞില്ല, സഡൻ ആയിട്ട് മാറേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടൊരു ടേൺ ആയിട്ട് എടുക്കേണ്ടി വന്നാലോ ബാക്ക് മാം നോക്കണം. മാമിനൊന്നും ഇങ്ങനെ കോർണർ ചെയ്ത് മാറുന്നതിനൊന്നും ബാക്കിൻ്റെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാം റൈറ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ടെ, വെറുതെ എന്നിട്ട് ബാക്കിലേക്കൊന്നും നോക്കരുത്. ജസ്റ്റ് ഫ്രണ്ടോട്ട് നോക്കി ഒന്ന് റോഡിലോട്ട് കയറിക്കുക വണ്ടി. കുറേശ്ശെ ആയിട്ട് റോഡിൽ കയറിയാൽ മതി. ഒറ്റ തിരിവല്ല, ചരിച്ച് ബാക്കിലേക്ക് നോക്കല്ലേ. ചരിച്ചൊന്ന് റോഡിൽ കയറി നോക്കിയാൽ നമുക്ക് റോഡിൻ്റെ ഈ സൈഡ് കിട്ടിയാൽ മതി. ഫുൾ റോഡൊന്നും വേണ്ട. മുന്നിൽ തടസ്സം വന്നപ്പോൾ നിന്നില്ലേ, മുന്നിൽ തടസ്സം ഇല്ലാത്തപ്പോൾ വീണ്ടും അനക്കിക്കുക വണ്ടിയാ. ബാക്കിലേക്ക് നോക്കരുത്. വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ അനക്കി കൊടുക്കുക. ധൈര്യമായിട്ട് അനക്കി കൊടുക്കുക. ഒരനക്കം കിട്ടി ആ ചരിവിൽ അങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരുന്നോ. ധൈര്യമായിട്ട് ചെയ്തോ. ഇനി സ്ഥലം കിട്ടി നമുക്ക്. ഓക്കെ നോക്കരുത്. എന്തെങ്കിലും പറ്റിയാ? ഒരു KSRTC ബസ് വന്നത് കണ്ടതല്ലേ, എന്നിട്ട് അത് നിർത്തുകയല്ലേ ചെയ്ത പുറകില്. അയാൾ കണ്ടോണ്ടാവുന്ന മാം ചരിക്കുന്നതെല്ലാം. ഇവിടെ ഒരു ഏരിയ വരാതെ ഞാൻ അനങ്ങുന്നതിനെ പറ്റി ചിന്തിക്കരുതേ. വന്നു ഓടിക്കോ. ഇനി അയാളെ നോക്കരുത്. ഇതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. എന്നാ നേരെയാണോ നടക്കുന്നത്? ഉറപ്പാണ്. ജസ്റ്റ് ഒന്ന് മുന്നോട്ടെടുത്ത് ഒരു പൊടിക്ക് ബ്രേക്ക് ചെയ്യും. ഇതാണോ നേരെ? നേരത്തെ കിടന്നാണോ നേരെ? അതാ ആണോ? ഉറപ്പാണ്. ഇനി ഈ മിററെ കൂടെ നോക്കൂ. നമ്മുടെ കാറ് സൈഡിലെ ഈ ഗേഡർ, ഇത് രണ്ടും ഒരേ ലൈനിൽ ഇങ്ങനെ നിൽക്കുകയാണോ? സ്ട്രൈറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്? ഉറപ്പല്ലേ? ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് ബ്രേക്ക്. ഇപ്പളാ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നു? അപ്പൊ ഇതാണോ നേരെ? നേരത്തെ കിടന്നാണോ നേരെ? ഡോക്ടർ ആദ്യം നേരെ എന്ന് പറയാൻ നിർത്തി എങ്ങനെയായിരുന്നു? അപ്പൊ കാറ് കണ്ട ഫ്രണ്ട് ഒരു ചരിവ് ഇപ്പോഴേ കാണിക്കുന്നുണ്ട് വണ്ടി. എങ്ങനെയാ ഇങ്ങോട്ട് ചരിവ് ഞാൻ തന്നെയാ കിടക്കുന്നത്? ശരിയല്ലേ? എപ്പോഴും വണ്ടി എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോൾ ഫ്രണ്ട് ഈ ഫ്രെയിം നേരെയാണോ നോക്കുക. ഫ്രണ്ട് ഫ്രെയിം നേരെയാണെന്ന് ഡോക്ടറിന് തോന്നിയാ ജസ്റ്റ് ഇതിൽ കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കുക. കാറിൻ്റെ ബാക്കിലെ സ്ട്രക്ചറും ആ റോഡിൻ്റെ സൈഡും തമ്മിൽ ഇങ്ങനെ നേരെ ഒരേ ലൈനിലാണോ കിടക്കുന്നത് അതോ വൈഡായിട്ടാണോ കിടക്കുന്നതെന്നൊന്ന് നോക്കുക. വൈഡായിട്ടാണെന്ന് തോന്നിയാൽ വണ്ടി നേരെയല്ല, അതിനെ നിയറാക്കി ഇടുക. ഓക്കെ? ഹലോ, ഒരു മിനിറ്റ്. അതിനെന്ത് ചെയ്യണ്ടെന്നറിയാമോ? ഈ മിറർ കണ്ട? ഈ മിറർ നോക്കിയിട്ട് ഈ വിത്ത് കണ്ട? നമ്മുടെ കാറും സൈഡും തമ്മിലുള്ള വീതി കണ്ട? ആ വീതി കളയലാണ് ഡോക്ടറിൻ്റെ ആദ്യത്തെ ജോലി. അതിനെന്ത് ചെയ്യണം? വീതി കളയണമെങ്കിൽ, ഇങ്ങോട്ട് ചേർക്കണമെങ്കിൽ റിവേഴ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? എങ്ങോട്ട് തിരിക്കണം? എങ്ങോട്ടാണോ ഡോക്ടറിന് ചേർക്കേണ്ടത് അങ്ങോട്ട് തിരിച്ചാൽ മതി. ഫുൾ ലോക്ക് ചെയ്യും. ധൈര്യമായിട്ട് ലോക്ക് ചെയ്യും. ധൈര്യമായിട്ട് ഫുള്ള് തിരിച്ചാ. ഈ വീതിയാണ് മാറ്റർ. ഇത് കണ്ട? ഈ വീതി ഉള്ളത് കൊണ്ടാണ് തിരിച്ചത്. ജസ്റ്റ് ഒരു മൂവ് ചെയ്യുമ്പോൾ ഈ വീതി കുറയുന്നതായിട്ട് ഡോക്ടറിന് കാണാൻ പറ്റും. ഒന്ന് മൂവ് ചെയ്യിച്ച് സ്ക്രീനിലൊന്നും നോക്കണ്ട, ഇതിൽ മാത്രം നോക്കിയാൽ മതി. ഈ വീതി കുറയുന്നതും ഡോക്ടർ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് വണ്ടി പോയിന്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. പതുക്കെ വാ. നമുക്ക് ഈ മഞ്ഞ കളറിലെ ഭിത്തിയോടാണ് ചേർത്തിടേണ്ടത്. വരട്ടെ? ഈ വീതി ഉള്ളത്രയും കാലം വണ്ടി അവിടെ മുട്ടത്തില്ല. ധൈര്യമായിട്ട് ബാക്കിലേക്ക് വന്നോണ്ടിരുന്നു. അവിടെ ഇപ്പോഴും ഇല്ല ഒരു വിടവ് കാണുന്നുണ്ടോ? വാ, വരട്ടെ? കറക്റ്റ് ആ മഞ്ഞ മതിലിലേക്ക് വണ്ടി പോയിന്റ് ചെയ്യും. ഇല്ലേ? വിടവില്ലേ? ഉണ്ടെന്നാ ഇല്ലെന്നാ? അതും കൂടെ ഫില്ല് ചെയ്യും. ഇല്ലായ? അപ്പൊ ഇച്ചിരി കൂടെ വാ. പേടിച്ച് കേട്ടാ ഇരിക്കുന്നത്. ഇപ്പൊ ആയാ? ഉറപ്പാണ്? ഇത് ഇവിടെ നോക്കിയേ. ഈ നീല കളർ കണ്ട? ഇത് അതിലേക്ക് പോയിന്റ് ചെയ്യാൻ ഇനി ഇച്ചിരി കൂടെ വിടവിരിക്കുന്നത് കണ്ട? ഈ വിടവ് തന്നെയാണ് ഡോക്ടർ ഇപ്പൊ അവിടെ കാണുന്നത്. ഓക്കെ, വേണേ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് ഒന്നുകൂടെ അനക്കിക്കോ.
ആയാ ഉറപ്പല്ലേ? ഇപ്പം ഡോക്ടറിന് ആ മതിലിനെ ഫ്ലോർ ഉൾപ്പെടെ കാണാമല്ലോ. ഉറപ്പല്ലേ? ടയർ നേരെയാക്ക്. ആദ്യത്തെ ജോലി ഇതായിരുന്നു. എവിടെയാണോ വണ്ടി പാർക്ക് ചെയ്യേണ്ടിയിരുന്നത് അങ്ങോട്ടേക്ക് വണ്ടിയെ പോയിന്റ് ചെയ്യിച്ച് കറക്റ്റായിട്ട്. നേരെ കിടന്ന വണ്ടിയെ പോകേണ്ട സ്ഥലത്തേക്ക് ചരിച്ച് പോയിന്റ് ചെയ്യിച്ച്. അതാണ് ആദ്യം ചെയ്തത്. എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി. ഇനി അടുത്ത ജോലി എന്താന്ന് വെച്ചാൽ ആ സ്ഥലം വരെ എത്തിക്കലാണ്. അതെ. ഇനി അടുത്ത ജോലി ഉരുട്ടി അവിടം വരെ എത്തിക്കലാണ്. അതായത് ആ മതിലിലേക്ക് ജസ്റ്റ് പോയിന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ആ മതിലിന്റെ അവിടെ നമ്മുടെ കാർ എത്തിയിട്ടില്ല. അതെങ്ങനെ അറിയുന്നത് വെച്ചാൽ ആ മതിലിന്റെ ഫ്ലോർ കണ്ട അത് മറയുന്നത് വരെ ഈ വണ്ടി വിട്ടുകൊടുക്കും ബാക്കിലേക്ക്. തിരിക്കാൻ വളയ്ക്കും ഒന്നും വേണ്ട, ബാക്കിലേക്ക് വിട്ടുകൊടുത്താൽ മതി. അതെ, ഇവിടെ നോക്കിയിരിക്കും. എന്നിട്ട് ആ ഫ്ലോർ മറയുമ്പോൾ ഒന്ന് നിർത്തിയാൽ മതി മിററിൽ. ഞാൻ ജസ്റ്റ് കണ്ടുകൂടെ അതിന്റെ താഴ്ഭാഗം? താത്തണ്ട, മിറർ താത്തൊന്നും വേണ്ട. ഡോക്ടറിന് ഇരിക്കുന്ന ഇരിപ്പിൽ കാണാവോ ആ ഫ്ലോർ? മതിലിന്റെ ഗ്രൗണ്ട് കണ്ടുകൂടാ, ഒട്ടും കണ്ടുകൂടാ. ഒന്ന് ജസ്റ്റ് ഒന്ന് എത്തി നോക്കി. ആ, അപ്പൊ എത്തി നോക്ക്. അത് മറയുമ്പോ ഒന്ന് നിർത്തിയാൽ മതി. പറഞ്ഞ ഇച്ചിരി കാണാമല്ലോ. ആ, അത് കൂടെ മറക്കി. അത് കാണുന്ന അത്രയും കാലം ഈ വണ്ടി അവിടെ എത്തിയിട്ടില്ല ഡോക്ടർ. ധൈര്യമായിട്ട് ചെയ്തു. ഓക്കെ അല്ലേ? വേണ്ട, ഫസ്റ്റ് അലാറം കേൾക്കുന്നതും ഡോക്ടർ പെർഫെക്റ്റ് ആയിട്ട് എത്തി നോക്കിയിട്ട് അത് മറയുന്നതും ഒരേ പോയിന്റിലായിരിക്കും. കണ്ട? അതായത് 3 feet ഡിസ്റ്റൻസ് എന്ന് ഇതിന് പറയുന്നത്. നമ്മുടെ കാറും ആ സാധനവും തമ്മിൽ ഇപ്പൊ 3 അടി ദൂരേ ഉള്ളൂ. ഓക്കെ, ഓടുന്ന നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിയെ ഡോക്ടറിന് ഒരു സാധനത്തിൽ നിന്ന് തിരിച്ചു മാറ്റണമെങ്കിൽ 3 അടി നീങ്ങിയിട്ടേ ഈ കാറ് തിരിയുള്ളൂ. ഓക്കെ, അതാണ് ഈ 3 feet. അലാറം കേട്ടത് അവിടെയാണ്. ഡോക്ടർ ഇവിടെ വെച്ച് ഫുള്ളും തിരിച്ച് എങ്ങോട്ടാ നേരെയാക്കിയിടണ്ടേ കാറ്? ഈ കിടപ്പം നോക്കി എങ്ങോട്ടാ നേരെയാക്കണ്ടേ? അതിവിടെ നോക്കിയാൽ മതി. കണ്ട, മതിലിലേക്കാ വണ്ടി നിൽക്കുന്നത്. അങ്ങോട്ടും തിരിച്ച് മതി. എന്നിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ മതിലേന്ന് ഈ കാറ് മാറുന്നുണ്ടോന്ന്. മാറുന്നില്ല എന്ന് ഡോക്ടറിന് തോന്നുകയാണെങ്കിൽ കൂടുതൽ തിരിച്ച് കൂടുതൽ തിരിച്ചോ. ഫുള്ള് തിരിച്ചോ. ആ, അങ്ങോട്ട് ഫുള്ള് തിരിച്ചോ. ഇല്ല, ധൈര്യമായിട്ട് തിരിച്ചു. ഇനി പതുക്കെ ബാക്കിലേക്ക് പോകണം. ഫുൾ ലെങ്തിൽ ഒരു വിഷ്വൽ ഡോക്ടറിൻ്റെ കിട്ടും. അതുവരെ പതുക്കെ ബാക്കിലേക്ക് പോകാം. കിട്ടാൻ തുടങ്ങിയാ ആയാ? അപ്പം നിർത്ത്. ഇനി ടയർ നേരെയാക്കി. ഇപ്പം നോക്ക്, ഡോറ് മാത്രം തുറക്കാനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് നമ്മൾ വണ്ടി ഫില്ല് ചെയ്തിട്ട് ഈ സ്പേസും കൂടെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? അലാറം കേട്ട് കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കോട്ട് എടുത്താൽ കുറച്ചുകൂടി ഇവിടെ ഫില്ലായിട്ട് കിടക്കും ഈ കാറ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഈ 360 ഉള്ളത്രയും കാലം ഡോക്ടറിന് മാക്സിമം ചേർത്തിടാൻ പറ്റും. ഒരു മണലിന്റെ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് കാർ ഇട്ട് കൊടുക്കാൻ പറ്റും ഇതുള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഇതിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. അതിനെ ഞാൻ മിററിൽ നോക്കി ഡോക്ടറിനെ എടുപ്പിച്ചത്. എപ്പോഴും റിവേഴ്സ് എടുക്കാൻ വീതിയാണ് മാറ്റർ. പോകേണ്ട സ്ഥലവും കാറും തമ്മിൽ വീതി ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. വീതി ഉണ്ടെന്ന് തോന്നി ആ വീതി കളയലാണ് ഡോക്ടറിൻ്റെ ആദ്യത്തെ ജോലി. വീതി കളഞ്ഞ രണ്ടാമത്തെ ജോലി കാർ ഓടിച്ച് അവിടം വരെ എത്തിക്കുക എന്നാണ്. പോവാം നമുക്ക്. ഡ്രൈവ്. ഓക്കെ, ഇൻഡിക്കേറ്റർ എടുക്കുക. മുൻവശം നോക്കി പതുക്കെ ചരിവെടുക്കുക. അതേപോലെ നിവർത്തുക. അനക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് ഡോക്ടറെ. ഞാൻ പോസ്റ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ട അവിടെയാണ് നിർത്താൻ എൻ്റെ പ്ലാൻ. അപ്പൊ എൻ്റെ കാറിന്റെ ഫ്രണ്ട് കണ്ട ഞാൻ അതിലേക്ക് ആദ്യം പോയിന്റ് ചെയ്യിക്കും. ആയാ? നിന്നെ സ്ട്രൈറ്റ് ചെയ്യും. ഇനി വേഗത കുറച്ചുകൊണ്ടിരിക്കും. ആ ഫ്ലോർ മറയുന്ന സ്ഥലത്ത് ഞാൻ കാറ് നിർത്തും. ഏതത്? ഈ പോസ്റ്റിന്റെ ഈ ചുവട് കണ്ട ഇവിടെ നിർത്താൻ എൻ്റെ പ്ലാൻ. അത് കാണാമല്ലോ ഡോക്ടറിന്. ഇപ്പം മുന്നോട്ട് ചെല്ല് പതുക്കെ. അതിലേക്കുള്ള ദൂരം കുറയുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. മറയാൻ തുടങ്ങിയില്ലേ? അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇനി 3 feet സ്ഥലം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, ഞാൻ പേടിച്ചിട്ട് ഇവിടുന്നേ തിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ ഫ്രണ്ടോട്ട് പതുക്കെ കയറ്റി വെച്ച് കൊടുക്കും ഈ കാറിന്. ഓക്കെ, മിനിമം ഒരു ഫീറ്റെങ്കിലും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലേ? ഇനി ഇങ്ങോട്ട് പോയാലല്ലേ കാർ ഇടിക്കുള്ളൂ. പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒരു ബെൻഡ് കൊടുക്കും. മതി. ഒന്ന് അനക്കി നോക്ക് ഡോക്ടർ. ഇവിടുന്ന് വണ്ടി സ്റ്റഡി ആവുന്നുണ്ടോ നോക്കിയാൽ മതി. ആവുന്നുണ്ടോ? അപ്പൊ സ്റ്റഡി ആകുന്നവരെ ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗ് പിടിച്ചോ. ഓരോ സ്റ്റെപ്പ് വെച്ച് കൊടുക്കും. നേരെ ആകുന്നത് വരെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും. നേരെ ആയ കാറ് ഇപ്പായ? ഉറപ്പാണ്? കൺഫേം ചെയ്യാൻ ഈ മിറർ നോക്കിക്കും.
ബാക്കിലേക്കുള്ള സ്ട്രക്ചറും ഇതും ഒന്നാണെന്ന് നോക്കി. ഇനി സ്റ്റിയറിംഗ് നേരെയാക്കി പോയി മതി. ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയി. അപ്പൊ പോസ്റ്റിന്റെ അടുക്ക് എത്തുമല്ലോ നമ്മുടെ വണ്ടി. ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയില്ലേ? ഇപ്പൊ ഡോക്ടർ നോക്ക്. എനിക്ക് ജസ്റ്റ് ഡോർ തുറക്കാനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ. കോൺക്രീറ്റ് ഉണ്ടാ. മാക്സിമം ടൈറ്റ് ആയിട്ട് വണ്ടി ഈ സൈഡിൽ വന്ന് ഒന്നുകൂടെ മുന്നോട്ട് വെച്ചു. അപ്പൊ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നിർത്ത്. ഇപ്പൊ നോക്ക്. ഫുൾ ഡോർ തുറക്കാൻ പറ്റുമോ? അതൊരു മതിലാണെങ്കിൽ ഫുൾ ഡോർ തുറക്കാൻ പറ്റുമോ? എനിക്കിത് ഇത്രേ തുറക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഡ്രൈവറുടെ പ്ലാനിങ്ങിലാണ് വണ്ടി പോണത്. ഡോക്ടറിന് എവിടെയാണോ വണ്ടി ഒതുക്കേണ്ടത് അവിടെ എന്തെങ്കിലും ഒരു സാധനത്തിന് ഡോക്ടർ എയിം ചെയ്യും. എന്നിട്ട് അതിലേക്ക് വണ്ടിയെ പോയിന്റ് ചെയ്യിക്കും. ഓടി വരുന്ന വണ്ടിയെ അതിലേക്ക് പോയിന്റ് ചെയ്യിക്കും. അതിന്റെ ഫ്ലോർ കാണുന്നത്രയും കാലം ഡോക്ടറിന് അങ്ങോട്ട് പോകാൻ ഇനിയും സ്ഥലമുണ്ടെന്ന്. പോയിന്റ് ചെയ്ത വസ്തുവിലേക്ക് തന്നെ കൊണ്ടുചെല്ലും. ആ ഫ്ലോർ മറയുന്നവരെ കൊണ്ടുവന്നു ഡോക്ടറിന് വണ്ടിയും കൊണ്ടുപോവാം. അത് മറയുന്ന സ്ഥലത്ത് വെച്ച് വണ്ടി അങ്ങോട്ട് വിടാതിരുന്നാ മതി. ലെവലാകുന്നില്ലെങ്കിൽ കൂടുതൽ തിരിച്ചോണം. അപ്പൊ പേടി വേണമെന്ന് വിചാരിക്കും. മാക്സിമം തിരിച്ചു വെച്ചോ. പതുക്കെ അനക്കിയാ മതി. ഇപ്പൊ ഡോക്ടർ ഇത് കണ്ട, ഇവിടെ കിടക്കുന്ന കാറല്ലേ, ഡോക്ടർ ഇത് ഫുള്ള് തിരിച്ചേ വണ്ടി റൈറ്റിലേക്ക്. ഫുള്ള് തിരിക്കും. തിരിച്ചാ ഇത് തിരിച്ചെന്നും പറഞ്ഞ് വണ്ടി റോഡിന് നടുക്കൊന്നും പോകത്തില്ല. ഡോക്ടർ അങ്ങനെ പേടിക്കണ്ട. ഒരു സ്റ്റെപ്പ് ഒന്ന് അനക്കി നോക്കിയാൽ നിർത്ത്. കണ്ട, വണ്ടി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞ് നടുക്കേക്ക് വണ്ടി വരില്ല. ഡോക്ടറിന്റെ പേടി അതായിരുന്നല്ലോ. ഉറപ്പല്ലേ? അങ്ങനെ വരില്ല. ഡോക്ടർ വിട്ടുകൊടുത്താലേ വണ്ടി ഇനി അങ്ങോട്ട് വരുള്ളൂ. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നേ ഉള്ളൂ. 3 അടി വെച്ചിട്ട് തിരിഞ്ഞ വണ്ടി 1 അടിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ ആണ്? അനങ്ങി നേരെയാക്കി കൊണ്ടുപോകും. അനങ്ങി നേരെയാക്കിയാൽ മതി. അല്ലാതെ നിർത്തി നേരെയാക്കണ്ട. നിനക്ക് ടൈം എടുത്ത് വണ്ടി നേരെയാക്കി മുന്നോട്ട് പോകും. മുന്നോട്ട് നോക്കി നേരെയാക്കും മോളെ. അത്രേ ഉള്ളൂ. കണ്ട എത്ര പേര് കടന്നുപോയി. നമുക്ക് വേണ്ടുന്ന സ്പേസ് എടുത്തോണ്ട് അവര് പോയത്. അവർക്ക് സ്ഥലമുള്ളതുകൊണ്ട് അവര് പോയത്. ഓക്കെ, റൈറ്റ് കീപ്പ് ചെയ്യുന്ന വണ്ടി ഓടിച്ചു. ഇഷ്യൂലുള്ള അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാനേ നോക്കാം അവൾ എപ്പോഴും. വേണ്ട, ഒരു ബൈക്ക് കയറിപ്പോനുള്ള വിടവ് നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ഒരു സ്റ്റെപ്പ് കൂടെ കയറ്റി പോയി കയറട്ടെ. ഇവരെ നോക്കി തന്നെ കയറ്റി വെച്ചോണ്ടിരുന്നു. അയാൾ അനങ്ങുമ്പോൾ ഡോക്ടർ അനക്കി കൊടുത്തു വേണ്ട നമ്മുടെ കാറിനെ. അങ്ങനെ തന്നെ മണ്ടത്തരായി പോയില്ലേ? അവര് പോവുകയും ചെയ്ത് നമ്മളിവിടെ നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും ആ കാറിന്റെ ഹാഫ് പോർഷൻ കാണാമല്ലോ. ഇച്ചിരി കയറ്റി വെച്ചു. ഇങ്ങനെ ടൈറ്റ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ആരും ഡോക്ടറിന് വേണ്ടി വഴി തരത്തില്ല. കയറ്റി പോയി ഒരു സ്റ്റെപ്പെങ്കിലും കയറ്റി വയ്ക്കണം. ഒരു സ്റ്റെപ്പ് കയറ്റി പോയി. ഒരു 2 വീലർ പോകാനുള്ള വിടവുണ്ടെന്ന് മനസ്സിലായില്ലേ? കയറ്റി വെച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും കയറ്റി വെച്ചു. ആ കാറ് വരെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ധൈര്യമായിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ കയറ്റി പോയി. ഇങ്ങനെ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യം ചെയ്തിരുന്നെങ്കിലാ. ഇനി സൈഡൊന്നും നോക്കുന്നത്. ഇനി മുന്നിൽ വിടവ് കിട്ടുമ്പോ കയറ്റി വെച്ചോണ്ടിരിക്കണം കാറിന്. ഇപ്പോഴും കണ്ട ഒരു 2 വീലറിന് പോകാനുള്ള ഒരു വിടവോടെ ഉണ്ടെന്ന് മനസ്സിലായോ? കയറ്റി പോയി. അങ്ങനെ തന്നെ ഇനി പോയിക്കൊണ്ടേ ഇരിക്കും പതുക്കെ. ഫ്രണ്ട് മാത്രമേ നോക്കാവുള്ളൂ. സൈഡിലേക്ക് ഒളിഞ്ഞു നോക്കരുത്. ഒളിഞ്ഞു നോക്കിയാൽ ടെൻഷനാവും. അപ്പൊ മനസ്സിലായ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് ഡോക്ടറിനെ മനസ്സിലായി. ഡോക്ടർ എവിടെ നോക്കി ടെൻഷൻ ആകുമെന്ന് എനിക്കറിയാം. പോട്ടെ. അത്രയും ടൈറ്റ് ബ്ലോക്കിൽ എന്തായാലും ആരും വേഗത്തിൽ വരത്തില്ല ഡോക്ടറെ. കിട്ടുന്ന ഒരു സ്റ്റെപ്പ് കയറി നിന്ന് എന്റെ പൊസിഷൻ കാണിച്ചു കൊടുത്താൽ ഇവിടെ നിന്നോ ധൈര്യമായിട്ട് നിന്നോ. ഒരു വിടവ് മുന്നിൽ വരും. വന്നോ ഇല്ലേ? അനങ്ങ്. ഒരിക്കലും ആ വണ്ടിയെ മൊത്തത്തിൽ സ്കാൻ ചെയ്യരുത്. ആ സൈഡ് ഇങ്ങോട്ടേ നോക്കാവുള്ളൂ. കണ്ട ഇവിടെ വിട്ടുണ്ടോ ഇല്ലെന്നാ നോക്കണ്ട. ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഡോക്ടറിന് പോവാം. ഇവിടെ സ്പേസ് കുറവാണെങ്കിൽ മാത്രം ഡോക്ടർ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒരു സ്പേസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എതിരെ വരുന്നവനെ നോക്കിയിരിക്കരുത്. ഇപ്പോഴും നോക്കും നമുക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോ, ഉണ്ടെന്നോ ഇല്ലെന്നോ. അപ്പൊ പോട്ടെ, ആ സ്പേസ് എടുത്ത് ഡോക്ടർ പോയിക്കോണം. ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ എന്റെ തലവട്ടം കണ്ടാൽ ഇടി കിട്ടും കേട്ടാ. അത് ഞാൻ പറഞ്ഞേക്കാം. ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വിട്ടു കൊടുത്ത്
ഈ കൈ ഒന്ന് വിടാവോ? കൈ വന്ന് വിട്ടേക്ക്, രണ്ട് കൈ വിട്ടേക്ക്. ജസ്റ്റ് ഒന്ന് വണ്ടി ബാക്കിലേക്ക് വിട്ടു കൊടുത്ത് വെറുതെ ഒന്ന് ഇരുന്നാൽ മതി. ഞാൻ ഒന്ന് പൊസിഷൻ എടുത്ത് തരാം. കൈ വിട്ടേക്ക്. ഞാൻ പറയുന്ന സ്ഥലത്ത് ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി. ഡോക്ടർ വിട്ടുകൊടുക്ക്. വരട്ടെ 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 വരട്ടെ. ഡോക്ടറിനൊരു വിശ്വാസക്കുറവെന്ന്. അവിടെ നിർത്ത്. ഡ്രൈവ് ഇട്. ദേ അവിടെയാണ് പാർക്ക് ചെയ്യേണ്ട, ആ ബോക്സിൽ. എവിടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലും വണ്ടി പാരലായിരിക്കണം ആ സൈഡിൽ. ഡോക്ടർ ഒന്ന് അതുപോലെ ഒന്ന് പാരലാക്കി കൊണ്ടുവന്ന് ആ ഫസ്റ്റ് ബോക്സിനകത്ത് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കാരണം ഇവിടുന്ന് ഓടിച്ചെല്ലുമ്പോഴേ ആ ബോക്സിന് പാരലാക്കി കൊണ്ടുവന്ന് എങ്ങോട്ട് ചരിച്ചാലാണോ അങ്ങോട്ട് പാരലാക്കാൻ പറ്റുന്ന ആ സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് സ്റ്റഡി ആക്കുക വണ്ടിയെ. ഓക്കെ, എന്നിട്ട് മുന്നോട്ട് ചെല്ല്. ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അതിനെന്ത് ചെയ്യണം? ഈ ബോക്സിലാണ് എനിക്ക് പാർക്ക് ചെയ്യേണ്ടത്. ലെങ്തി ആയിട്ട് കാണാമല്ലോ അതിന്റെ രണ്ട് എൻഡും. ഷോൾഡർ ലെവലിൽ കിട്ടണം, നേരെ തന്നെ ആയിരിക്കണം കാറ്. കിട്ടിയാ? അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കണം? ഫുള്ള് ലോക്ക് ചെയ്യും. എന്നിട്ട് എവിടെ നോക്കണം? ഈ മിററിൽ തന്നെ. ലൈൻ തെറ്റിപ്പോകരുത്. ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. കണ്ട? ഏറ്റവും നോക്കണ്ട, നോർമലായിട്ട് ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. ഇവിടെ തന്നെ നോക്കിയിരിക്കും. കിട്ടിയാ? അവിടെ നിർത്തി റിവേഴ്സ് ഗിയർ ഇടും. ഇവിടെ തൊട്ടാണ് റിവേഴ്സ് ഗിയർ ഇടുന്നത്. ഓക്കെ, എന്ത് ചെയ്ത് കൊടുക്കണം? ലോക്ക് ചെയ്യും. എന്നിട്ട് ആ സൈഡുമായിട്ടുള്ള വിറ്റ് ഇങ്ങനെ കുറയും. കുറഞ്ഞ നിയർ ബൈ ആകാൻ തുടങ്ങും, സ്ട്രൈറ്റ് ആവാൻ തുടങ്ങും വണ്ടി ആ ട്രാക്കിലേക്ക്. പിന്നെ ഡോക്ടറിന് റിസ്ക് ആ സൈഡിൽ തട്ടുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. എവിടെ? എവിടെയാ? അല്ല, അതിന് ആ കോളത്തിനപ്പുറത്ത് പോകരുതെന്ന് പറഞ്ഞു. ഡോക്ടർ ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോണേ? അല്ല, അതെ, ഇങ്ങോട്ട് നോക്കിയാ. ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തേ. നമ്മൾ ആദ്യത്തെ കുളത്തിലേക്കാണ് രണ്ടാമത്തെ കുളത്തിലേക്കാണ് ഈ കാറ് കൊണ്ട് ഇങ്ങനെ തന്നെ പിടിച്ചു. ഇങ്ങനെ തന്നെ പിടിച്ചു. ജസ്റ്റ് ഒന്ന് മുന്നോട്ട് എടുത്തേ. അതാണ് ആദ്യത്തെ കുളം. കണ്ടാ? നിർത്ത്. ഓക്കെ. ആ, റിവേഴ്സ് ഗിയർ ഇട്ട്. ഡോക്ടർ നോക്ക് വണ്ടി എങ്ങോട്ടാ പോകാൻ പോണേന്ന് നോക്കി. ഒന്ന് അനക്കി നോക്കി. നിർത്ത്. എങ്ങോട്ടാ പോണേ? ഒരു വണ്ടി ഉണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ആ ഒരു ലൈനെ ക്രോസ് ചെയ്യാൻ കാറ് ശ്രമിച്ചാ അപ്പുറത്തെ ട്രാക്കിലെ വണ്ടിക്ക് ഇടിക്കാൻ പോവുക. എന്ത് ചെയ്ത് കൊടുക്കണം? ഡോക്ടർ പറഞ്ഞു കാരണം എന്ത് ചെയ്ത് കൊടുക്കണം? ജസ്റ്റ് മനക്കി നോക്കുക, പറയാം. നിർത്ത്. എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് പോകാതിരിക്കണ എന്ത് ചെയ്യണം? കുറച്ചല്ല, വീൽ സ്ട്രൈറ്റ് ആക്കിയ പ്രശ്നം തീർന്നു. വീൽ സ്ട്രൈറ്റ് ആക്കുക. ഓക്കെ, ഇനി ഒന്ന് മൂവ് ചെയ്ത് നോക്ക്. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണോ നോക്ക്. അല്ലേ? ആ ജോയിന്റ് ചെയ്യുന്ന ഭാഗം മറയുന്നത് വരെ വിട്ടുകൊടുക്കും വണ്ടിയെ. അടുത്ത ട്രാക്കും നമ്മുടെ ട്രാക്കും നമ്മൾ ഈ ജോയിന്റ് ആകുന്ന ഭാഗം മറയുന്നത് വരെ കാറിനെ വിട്ടുകൊടുക്കും. ഒന്ന് എത്തി നോക്ക്. മറഞ്ഞോളൂ. മറഞ്ഞില്ലേ? ഇപ്പൊ തൊട്ട് നമ്മുടെ ട്രാക്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കൊടുക്കണം. എന്ത് ചെയ്യണം? എങ്ങോട്ടാ നമ്മുടെ വണ്ടി മാറണ്ടേ? ഇച്ചിരി ബെൻഡ് കൊടുക്ക് മതി. എന്നിട്ടൊന്ന് അനങ്ങി നോക്ക്. അത് തെളിഞ്ഞു വരുന്നുണ്ടോ നോക്ക്. വരുന്നുണ്ടെന്നാ ഇല്ലെന്നാ? തെളിഞ്ഞു വരുന്നുണ്ടെന്നാ ഇല്ലെന്നാ? വൈറ്റ് ലൈൻ വാ, അതിനെ ക്രോസ് ചെയ്യാതെ നോക്ക്. വൈറ്റ് ലൈനെ നമ്മുടെ കാർ ക്രോസ് ചെയ്യരുത്. ക്രോസ് ചെയ്താൽ അപ്പുറത്തെ ട്രാക്കിൽ പോയി. ആ, അതെ, അപ്പുറത്ത് പോകും തോന്നിയാൽ ഡോക്ടർ വണ്ടി ഓപ്പോസിറ്റ് ആക്കി കൊടുക്കണം. ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. ഇത് ഇവിടെ നോക്കിയോണ്ട ക്രോസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പക്ക ട്രാക്കിലേക്ക് തന്നെ വണ്ടി വന്നോണ്ടിരിക്കുന്നത്. വാ, ഇനി എന്ത് ചെയ്ത് കൊടുക്കണം? ഓക്കെ, അതിനകത്ത് ഇന്നായില്ലേ നമ്മുടെ വണ്ടി? ഉറപ്പല്ലേ? ഇനി ഡോക്ടറിന്റെ റിസ്ക് ആ സൈഡില്ല. ആ ലൈനെ ക്രോസ് ചെയ്യരുത്. എന്ത് ചെയ്ത് കൊടുക്കണം? കാർ എങ്ങോട്ട് മാറ്റണം? നോക്കിക്കേ, വണ്ടിയുടെ കിടപ്പം നോക്കിക്കേ. ഈ സൈഡിൽ പക്ക അതിനകത്ത് ഇന്നായി വണ്ടി. ആ സൈഡിൽ ഇന്നാവുകയാണോ ഔട്ടായി പോവുകയാണോ? പുറത്തേക്കാണോ പോണേന്നൊന്ന് നോക്കി. ഇതേ വെറുതെ ഈ 360 നോക്ക്. കാർ എങ്ങോട്ടാ പോകാൻ പോണേ? അകത്തേക്കാണോ പുറത്തേക്കാണോ? കാറിന്റെ പൊസിഷനാണ് ആ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. എന്ത് ചെയ്ത് കൊടുക്കണം? ആ ഫുള്ള് ഒടിക്കും. ഫുള്ള് തിരിച്ചു.
നമുക്ക് പൊസിഷൻ ഫുള്ള് തിരിച്ചു, പൊസിഷനാണ് വലുത്. ഇത് ഇവിടെ നോക്കിയിരുന്നു, ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ ട്രാക്കിനകത്തേക്ക് വരാൻ തുടങ്ങും വണ്ടി. കണ്ടോ, പൊസിഷൻ സ്റ്റഡി ആകുന്നവരെ കാർ ഇങ്ങനെ തന്നെ പിടിച്ചു. ആയാ നിർത്ത്, എന്ത് ചെയ്ത് കൊടുക്കണം, സ്ട്രൈറ്റ് ചെയ്യും. കണ്ടോ, ജസ്റ്റ് ഒന്നുകൂടെ അകത്തേക്ക് ഇന്നാക്ക്. അകത്ത് ഇന്നാവുന്നതനുസരിച്ച് വീണ്ടും സ്റ്റഡി ആക്കിയാൽ മതി. ഇപ്പോഴല്ല, ഒന്ന് ഇന്നാവട്ടെ, ആവട്ടെ ആവട്ടെ ആവട്ടെ. കണ്ട, ഒന്ന് മാക്സിമം തിരികെ കൊടുക്കും ഒന്നുകൂടെ. ഫുൾ 10. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഒന്ന് അനങ്ങിയാൽ മതി, വണ്ടി സ്റ്റഡി ആവും വീണ്ടും. വേണ്ട, ഒന്നുകൂടെ. കണ്ട, സ്ട്രൈറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട്. ഓക്കെയാണ്, ന്യൂട്രല്. ഡോക്ടർ മനസ്സിലാവുന്നുണ്ട്, അത് ചുമ്മാ പറയുന്നതാണ്. ഈ നമ്മള് അവിടെ നിന്ന് ഇങ്ങനെ റിവേഴ്സ് എടുത്ത് വരുമ്പോ എന്താ വെച്ചാ കൊറേ ലൈൻ കിടക്കുമ്പോഴേ അതെ, ഫ്ലോർ ആയതുകൊണ്ടാണ് അത് മറന്നു പോരെന്ന് പറഞ്ഞു. അതിന് ഡോക്ടറിന് ഇപ്പൊ സെക്കൻഡറി ആയിട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കി ഡോക്ടറിന് സെലക്ട് ചെയ്യുക ഏതാണ് ഡോക്ടറിന്റെ ട്രാക്ക് എന്ന്. അതൊരിക്കലും ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവന് മനസ്സിലാവില്ല. ഈ ലൈൻ കണ്ട കൺഫ്യൂഷൻ ചെയ്യും ഡോക്ടറിന്, ഏതാണ് എവിടെയാണെന്നൊരു പിടുത്തം കിട്ടൂല. അതിന് ഇത് നോക്കാൻ പറഞ്ഞു. ഇവിടെ നോക്കിയിട്ട് ഡോക്ടറിന് വ്യക്തമായിട്ടൊരു പ്ലാൻ വേണം. ഈ വരയ്ക്കകത്താണ് പോകേണ്ടത്, അല്ലെങ്കിൽ ആ വരയ്ക്കകത്താണ് പോകേണ്ടതെന്ന് മാർക്ക് ചെയ്താൽ അതിനകത്തൂടെ പോയിക്കോണം. ഓക്കെയാണ്. അതൊരിക്കലും എനിക്ക് പറഞ്ഞു തരാനോ ഡോക്ടറിന് സ്വിച്ച് ഇട്ട പോലെ മാറാനോ പറ്റില്ല. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഊഹിക്കാൻ പറ്റും, ഇന്ന സ്ഥലത്തായിരുന്നു ആ ലൈൻ അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റും. ഡോക്ടറിനെ അത് കൺഫ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് അതൊരിക്കലും കണ്ണിൽ നിന്ന് മറയാതെ നോക്കാൻ പറഞ്ഞത്. വന്ന് പിടിച്ച ലൈനെ തന്നെ കീപ്പ് ചെയ്യുക, അതിന് പുറത്തു പോകാതെ നോക്കുക, അകത്തേക്ക് വൈഡാകുകയും നോക്കുക. അത് നിർത്തി ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെയാണ്. ഡ്രൈവ് പാരലൽ അല്ലാത്ത കൊണ്ട് ഇത്രയും ദൂരം വരേണ്ടി വന്ന റിവേഴ്സ് ഗിയർ എന്ത് ചെയ്ത് കൊടുക്കണം, ആ ഓടരുത്. ഫസ്റ്റ് ലക്ഷ്യം നമ്മുടെ കാറ് തമ്മിലുള്ള വിത്താണ്. ഫുള്ളൊടിക്കും, പാരലൽ അല്ല, വിത്ത് ഫുള്ളൊടിച്ചാ. എന്നിട്ട് ഇവിടെ നോക്കിക്കോ, വണ്ടിയുടെ പൊസിഷൻ അതിലേക്ക് കുറയാൻ തുടങ്ങും. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യാൻ തുടങ്ങും കാറ്. വാ, വരുന്നില്ലേ? കറക്റ്റ് അല്ലേ? ആ ചുവന്ന കാറിന് അപ്പുറത്തുള്ള തൂണിന്റെ തൊട്ടിപ്പുറത്തെ പോയിന്റിലേക്ക് കിട്ടിയാൽ മതി. തൂണയിലേക്കായി പോകരുത് കാർ. ഇവിടെ മിററിൽ നോക്ക്, ഒരു സ്റ്റെപ്പ് കൂടെ പോയി. ചുവന്ന കാറിന്റെ ഇപ്പുറത്തുള്ള തൂണിന്റെ നേരെ ആയി വരും. ഒരു സ്റ്റെപ്പ് കൂടെ വേണം. കണ്ട, ഉറപ്പല്ലേ? ഇനിയും ഒരു വിത്ത് കിടപ്പില്ല തൂണും കാറും തമ്മിൽ. അതും കൂടെ ഒന്ന് കുറഞ്ഞ തൂണയിലേക്ക് ആയി പോകാതിരുന്നാ മതി. കിട്ടിയാ? ഇനിയും കിടപ്പില്ല ഒരു ഗ്യാപ്പ്, അതും കൂടെ കുറയ്ക്കും, ഒരു പൊടി കൂടെ. ആ മതി. കണ്ട, ഇനി അടുത്ത ജോലി എന്തോ സ്ട്രൈറ്റ് ചെയ്യും. മതി. ഇനി അടുത്ത ജോലി എന്തോ ഉരുട്ടി അത് മറയുന്നവരെ, ആ തൂണിന്റെ ചുവട് മറയുന്നവരെ ഈ കാറിനെ വിട്ടുകൊടു. അവിടെ നോക്കിയിരിക്കും. പറഞ്ഞോ, ഒന്ന് എത്തി നോക്കിയാ പറഞ്ഞോ. അപ്പൊ കയറ്റി വിട്ടുവിടും. ഇപ്പൊ പറഞ്ഞ കംപ്ലീറ്റ്ലി. അതും കൂടെ പറഞ്ഞ ഇനി ഇതേ വേണം നോക്കി. ഞാൻ പറഞ്ഞില്ല, ഇനി ആ തൂണ് പൊങ്ങി നിൽക്കുന്ന അത്രയും കാലം ഡോക്ടർ പേടിക്കണ്ട. ഡോക്ടറിന് ഒരു സെൻസ് കിട്ടും. പക്ഷെ അതിന്റെ ചുവടുണ്ട്, അത് മറന്നു പോകരുത്. പതുക്കെ ബെൻഡ് ചെയ്ത് അകത്ത് കയറും. എങ്ങോട്ടാ കയറ്റിയിടണ്ടേ? ചുറ്റുപാട് നോക്കല്ലേ മോളെ. മതി. ഓരോ സ്റ്റെപ്പ് അനങ്ങി കയറി. ആ ചുവട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറ ഉപയോഗിച്ചോളാൻ പറഞ്ഞത്. അത് ചിലപ്പോൾ മറന്നു പോകും ഡോക്ടർ ഒറ്റയ്ക്കാണെങ്കിൽ. വാ, ഇല്ലെന്ന് ധൈര്യമായിട്ട് പോവാ. ഇനി തട്ടുവാ, ഇനി തട്ടുവോ? നീ ഇവിടെ നോക്കിയാ തട്ടുവോ? ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കോട്ട് വെച്ച് നോക്ക്. തട്ടുവോ? അപ്പൊ എന്ത് ചെയ്യണം? ബാക്കി ഫുള്ള് ലോക്ക് ചെയ്ത് കൊടുക്കും. ബാക്കി ഫുള്ള് തിരിച്ചോ. തിരിച്ചിട്ടില്ല. ഫുള്ള് ലോക്ക് ചെയ്താ ഇനി എവിടെ നോക്കണ്ട. നിർത്ത്. ഇനി എവിടെ നോക്കണ്ട. ആ സൈഡ് മിറർ നോക്കിയിരി. എന്നിട്ട് ഇത് വിടരുത്. പതുക്കെ വിട്ടുകൊടുക്കും. ആ തൂണേന്ന് ഒഴിഞ്ഞ് മാറുകയാണെന്ന് നോക്കിയ വണ്ടി. വരട്ടെ. ബ്രേക്ക് വരട്ടെ.
വരട്ടെ വരട്ടെ. ബ്രേക്ക് ബ്രേക്ക്. ഓക്കെ, പോത്തില്ലേ വണ്ടി? ഡ്രൈവ്. ചെയ്താ ഈ സ്പീക്കറിൽ നോക്കും. ഈ വീതി പറയുന്നവരെ പതുക്കെ വിട്ടു. സ്ട്രെച്ചിന് വണ്ടി അകത്ത് കയറില്ലേ നോക്കിക്കോ. ഇത് ഇപ്പോഴും കയ്യിലില്ലേ? ഇപ്പോഴും കയ്യിലില്ലേ? വരട്ടെ. രീതി ഉള്ളത്രയും കാലം ഡോക്ടറിന് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. കണ്ട, വിശാലമായിട്ട് ഇവിടെ തോന്നിയ ഡോക്ടറെ, വിശാലമായിട്ട് ഇവിടെ സ്ഥലം വന്നു എന്ന് ഡോക്ടറിന് തോന്നിയാൽ മാത്രം റൈറ്റ് മിററിലേക്ക് നോക്കിക്കോണം. ഇവിടെ ഓക്കെയാണോ? പിന്നെ റൈറ്റ് മിറർ നോക്കിയിരുന്നു. ആ തൂണേന്ന് ഒഴിഞ്ഞ് മാറുന്നത് നോക്കി നോക്കി വിട്ടുകൊടുക്കും. തൂണേന്ന് കാറ് ഡോക്ടർ അതിന്റെ സ്റ്റാൻഡേർഡ് വരവ് വന്നപ്പോൾ ഡോക്ടർ ഒറ്റയടിക്ക് വണ്ടി അത് കയറാൻ പോണ കണ്ട. അപ്പം ഈ തൂണേന്ന് ഒഴിഞ്ഞ് മാറുന്നവർ വിട്ടുകൊടുത്തോണ്ടിരിക്കും. ക്ലൈം ഉണ്ടെന്നറിയാമല്ലോ ഈ സ്ലോ. ജസ്റ്റ് പതുക്കെ ഇനി സെക്കൻഡറി ഓപ്ഷൻ അത് നോക്കി കയറി. സ്ലോ ആക്സലറേഷൻ കുലുക്കരുത്. അങ്ങനെ ഒരേപോലെ ഡോക്ടറിന്റെ പിടിച്ച് 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 കയറണം. കയറിയിട്ടില്ല. അങ്ങനെ ഇട്ട് കുലുക്കരുത് ഒരിക്കലും. കേട്ടാ? നിർത്തും. എനിക്ക് ഇങ്ങനെ കയറി വരുന്ന റോഡുകളിലൊക്കെ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതുപോലെ അവരെ വീട്ടിൽ നിന്ന് കയറുന്ന റോഡിൽ കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കയറ്റി റിവേഴ്സ് എടുക്കുമ്പം ഇതുപോലെ ഇങ്ങനെ കുറേ തവണ ഫ്രണ്ടിലേക്ക് ആക്സിലേറ്ററിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഡോക്ടർ അത് പേടിച്ചിട്ട് ആക്സിലേറ്റർ ഡ്രോപ്പ് ചെയ്ത് കളയുന്നതുകൊണ്ടാണ്. അത് വന്നിട്ട് എന്താ വെച്ചാൽ സ്പീഡ് കൂടി പോകും ചിലപ്പോൾ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആക്സിലേറ്റർ ഡോക്ടറിന് ഹോൾഡ് ചെയ്യാൻ പറ്റും വണ്ടിയെ. ഡോക്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചവിട്ടി താത്താൻ നോക്കുമെന്നെങ്കിൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് വിട്ട് കളയും. കംപ്ലീറ്റ്ലി വിട്ട് കളയുമ്പോഴാണ് ഉരുണ്ട് താഴേക്ക് പോണത്. ഒരേപോലെ കീപ്പ് ചെയ്താൽ ഡോക്ടറിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. എവിടെയെങ്കിലും ഒരു കയറ്റത്തിൽ കൊണ്ടുപോയി ഡോക്ടർ നിർത്തി തന്നാൽ ഞാൻ ഡോക്ടറിനെ അത് കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. ഇത് ഓക്കെയാണോ? ഡോക്ടറിന് ചെയ്യാൻ പറ്റുമോ? സീരിയസ്ലി ചോദിക്കുന്ന അതോ നമ്മൾ പോയി കഴിയുമ്പോൾ മാറ്റി പറയുമോ? ഡോക്ടറിന് വന്ന വരവ് കറക്റ്റ് ആണെങ്കിൽ ഡോക്ടറിന് ഈസി ആയിട്ട് അകത്ത് കയറാൻ പറ്റും. ഒരു പ്രശ്നവും ഇല്ല. നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വരുന്നത് ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പോണേന്ന്. ഡോക്ടർ വന്ന് നിൽക്കുന്ന നിപ്പിന്റെ കുഴപ്പം കൊണ്ടാണ് ഡോക്ടറിന് ചില സമയത്ത് പാർക്ക് ചെയ്യാൻ പറ്റാത്തത്. നമ്മള് പാരലായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഈ ഇത് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് വ്യൂ കിട്ടണം. എവിടെയാണോ പാർക്ക് ചെയ്യേണ്ടത് ആ വ്യൂ ഡോക്ടറിന് കിട്ടണം. പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മിററിൽ നമുക്ക് ഈ പാസ് ചെയ്യാൻ ആ തൂൺ കാണും. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പം ഇതിനകത്താണ് എനിക്ക് വരണ്ടേ. ഞാൻ കാർ ഓടിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കണം വരണ്ടത്, സ്ട്രൈറ്റ്ലി. ഓക്കെ, ഇതിന്റെ എൻഡ് കടക്കുന്നവരെ ഞാൻ മുന്നോട്ട് പോകണം. ഞാൻ അതെന്റെ പുറകിലാണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അടുത്ത ലക്ഷ്യം ഈ വിട്ടാണ്. ഇപ്പൊ നോക്കി മിറർ ഞാൻ നമ്മൾ ഈ വിട്ടുണ്ടോ? ഇല്ല, ചെറുതായിട്ടല്ലേ ഉള്ളൂ. ഇതിപ്പോ കൂടുതലല്ലേ? നിയർ ബൈ ആ ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടം വരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഫുൾ ഒടിച്ചാൽ ഞാൻ ഇതിനകത്ത് കയറി പോകും. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ വിട്ടാണ് മാറ്റർ. ആദ്യം വിട്ട് കുറയ്ക്കണം. അതായത് എന്നെ ഇങ്ങനെ നിയറാക്കണം. രണ്ടാമത് വിട്ട് ഇവിടെ കൊണ്ടുവരണം. മൂന്നാമത് ഒടിച്ചാൽ ഞാൻ ഇതിനകത്താണ്. ഓക്കെ, ഡോക്ടർ എവിടെ റിവേഴ്സ് എടുക്കേണ്ടി വന്നാലും ഡോക്ടറിനെ ബാധിക്കുന്ന കാര്യം ഇതേ ഉള്ളൂ. വിട്ടു നമ്മുടെ കാറും ആ സാധനം നമ്മൾ വിട്ടിലാണോ അല്ലേന്ന് ആദ്യം നോക്കുക. വിട്ടുണ്ടെങ്കിൽ ആ വിട്ടങ്ങ് കളയുക. ആദ്യം തന്നെ കളഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് പിന്നെ എങ്ങോട്ടാണോ തിരിക്കേണ്ടത് അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീർന്നു. ഓക്കെ, വിട്ട് മാത്രം. നമ്മള് നേരെ പോയിട്ട് ഈ ഒരു തൂണ് നമ്മുടെ മിററിൽ കാണുന്നവരെ എത്താം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ വിട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ഫുള്ള് തിരിച്ച് കൊണ്ടുവരാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തിരിച്ച് ആ ഒരു ഇതിലേക്ക് കയറ്റിയിട്ട് സ്ട്രെയിറ്റ് ആക്കിയാൽ മതി. പയ്യെ ഇപ്പൊ ഇവിടെ ഇറങ്ങുമ്പോ ഡോക്ടർ ചോദിച്ച പോലെ എന്തേ ചോദ്യം അതേ തട്ടാതെ ഇറങ്ങാൻ പറ്റാൻ എന്ത് വേണമെന്ന് ഡോക്ടറിന് അറിയാമല്ലോ.
അത് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ് ചെയ്യുമ്പോഴാണ് ഡോക്ടറിന് ഒന്നെങ്കിൽ ആ വ്യൂ വ്യൂ കിട്ടി കഴിഞ്ഞിട്ട് വളയ്ക്കണം. ഫ്രണ്ടിൽ ഡോക്ടറിന് വിശ്വാസം ഇല്ലെങ്കിൽ മിറർ കടക്കുമ്പോൾ തൊട്ട് തിരിക്കാൻ തുടങ്ങിക്കോണം. പതുക്കെ 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 ഫുള്ളാക്കരുത്, പതുക്കെ പതുക്കെ. ഓക്കെ, ഡോക്ടറിന്റെ ബോഡി എപ്പോൾ കിടക്കുന്നു അപ്പോഴേ തീർക്കാവുള്ളൂ. മിറർ കഴിയുമ്പോ വളയ്ക്കാൻ തുടങ്ങണം. ഡോക്ടറിന്റെ ബോഡി ഇങ്ങനെ കിടന്നാൽ തിരിച്ച് തീർക്കണം. അതല്ല ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടെന്ന് ഡോക്ടറിന് ഉറപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇറക്കുക. ഇങ്ങനെ ഒരു വ്യൂ അപ്പം കിട്ടുമ്പോൾ അപ്പം തൊട്ട് നേരെ തന്നെ ഇറക്കുക. ആ വ്യൂ കിട്ടട്ടെ. ഫുൾ ലെങ്ത്തിൽ ഡോക്ടറിന്റെ വ്യൂ ആയിട്ട് തന്നെ കിട്ടും. വേണ്ട, ഇങ്ങനെ വ്യൂ കിട്ടട്ടെന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം തൊട്ട് ഡോക്ടർ തിരിച്ചു തുടങ്ങിക്കും. നോക്കുക, ഫ്രണ്ട് നോക്കി തിരിച്ചു കൊടുക്കും. ഫ്രണ്ട് തട്ടുമെന്ന് തോന്നുന്നു, പട്ടാ തിരിച്ചോണം. ഫ്രണ്ട് കാറിന്റെ ഫ്രണ്ട് നോക്കി തിരിച്ചുകൊണ്ടിരിക്കും. ഈ സൈഡ് ഇനി നോക്കണ്ട. തട്ടുവോന്നുള്ളത് അങ്ങനെ തന്നെ നോക്കുന്നത് കണ്ട. ആ പോർഷനോളം കാണാമെങ്കിൽ ഡോക്ടറിന്റെ വണ്ടി അതായിട്ട് ഇടിക്കില്ല. ഡോക്ടറിന് അവിടെ കാഴ്ച കുറയുന്നു തോന്നിയാൽ പേടിച്ച് അങ്ങോട്ട് ചെല്ലരുത്. കാണുന്നില്ല, ഈ ഒരു ഭാഗം കാണുന്നില്ല. അതിനർത്ഥം ഇനി മുന്നോട്ട് ചെന്നാൽ നിയർ ബൈ ആയി പോകുന്നു. അപ്പൊ റിവേഴ്സ് ഗിയർ എടുക്കും. ഫുള്ളൊന്ന് ഓപ്പോസിറ്റ് തിരിക്കും. ഫുള്ള് തിരി പട്ടാൻ തിരിക്കും. റിവേഴ്സിലൊന്നും നോക്കണ്ട, ജസ്റ്റ് ഒന്ന് ബാക്ക് എടുത്താൽ മതി. ഒരടി ഒന്ന് ബാക്കോട്ട് പോയാൽ മതി. ഇനി ഡ്രൈവ് ചെയ്യും. ഡോക്ടറിന്റെ ട്രാക്കിലായിരിക്കും എപ്പോഴും വണ്ടി വരുന്നത്. ഇപ്പോഴും നോക്കിയാൽ ഡോക്ടറിന്റെ ട്രാക്കിൽ വരാൻ ഇച്ചിരി കൂടെ വണ്ടി വലത്തോട്ട് ഇടത്തോട്ട് വരണമായിരുന്നു. ഡോക്ടർ നേരത്തെ നേരെയാക്കിയെന്നേ ഉള്ളൂ. കൺഫേം ആണ്. ഇവിടെ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടാക്കിയിട്ട് ഇത് നോക്കി ചെയ്യാൻ ഡോക്ടറിന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ മിറർ പറയുന്നത്. വെള്ളക്കാറ് മിററിൽ നിന്ന് മറയുന്നവരെ ഈ കാറിനെ വിട്ടുവിടും. ബാക്കിലേക്ക് തിരിക്കാൻ വളയ്ക്കുക ഒന്നും വേണ്ട. ചേർന്ന് കിടക്കുന്നോണ്ട് അതെ, വെള്ളക്കാറ് കാണരുത്, മറഞ്ഞു പോവും കണ്ണീന്ന്. മറഞ്ഞ ഇങ്ങനെ എത്തിയും കൂടെ നോക്കും. മറഞ്ഞ ഉറപ്പല്ലേ? ഇപ്പൊ തൊട്ട് നമ്മുടെ വണ്ടിയെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? എങ്ങോട്ട്? പോകേണ്ട സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കണം. ഫുള്ളൊടി. എന്നാലേ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പോയത് ബാക്കിൽ വണ്ടിയുണ്ട്. ഇനിയുണ്ട് പോട്ടെ. നമ്മുടെ വണ്ടിയെ കറക്റ്റ് അതിലേക്ക് പോയിട്ട് ഇരിക്കാം. ചലോ കുറേശ്ശെ ചലോ. പൊസിഷൻ അവിടെ കിട്ടുന്നവരെ അങ്ങോട്ട് മൂവ് ചെയ്തോട്ടെ. ഇച്ചിരൂടെ ആയില്ലേ? സ്ട്രൈറ്റ് ചെയ്തോട്. ഇതില് ഗ്യാപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അകത്ത് ഇൻസെർട്ട് ചെയ്യട്ടെ. ഇനി അല്ല, മാക്സിമം അല്ല, ഫസ്റ്റ് അലാറം ഇവിടെ നോക്കാം. ഫ്ലോർ മറയുന്നവർ മിററിൽ കൂടെ നോക്കുകയാണെങ്കിൽ ആ ഫ്ലോർ മറയുന്നവർ ആ ഫ്ലോർ മറഞ്ഞു പോവും. മറിഞ്ഞിട്ടില്ല. മോൾ എത്തി നോക്കിക്കേ. കണ്ട മറയും. മറഞ്ഞില്ലേ? ഏത് ഫ്ലോറാ? നമ്മുടെ ഇതിന്റെ സൈഡിലെ ഇന്റർലോക്കിന്റെ ഇതിന്റെ താഴ്ഭാഗം മറഞ്ഞ. അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കണം? ഇനി വിട്ടുകൊടുക്കും. കാർ അതിനകത്ത് വന്ന് കറക്റ്റ് സ്റ്റഡി ആകുന്നത് നോക്കിയിരുന്നാ മതി. നിർത്തിയാ മതി സ്റ്റഡി ആകുമ്പോ. ബ്രേക്ക് സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്താൽ കാർ ഇവിടെ പാർക്കായി.
കണ്ട ആ ഫ്ലോർ മറയുന്ന വരെ വന്ന മാക്സിമം സൈഡിൽ ചേർത്തിട്ടാ. കുറച്ചും കൂടെ ചേർത്ത് ഈ ഗ്യാപ്പ് കണ്ട, ഇത് ഒഴിവാക്കാം. ഇതിന്റെ പേര് പാരലൽ പാർക്കിംഗ്. ഓക്കെ, ഇത് തന്നെയാണ് ഡോക്ടർ എല്ലാ പാർക്കിങ്ങിലും ചെയ്യുന്നത്. എല്ലാം ഇത് തന്നെയാ ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതില് പൊസിഷൻ ചെയ്യുന്നതിന് മുമ്പ് കാറിനെ സ്ട്രെയിറ്റ് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ കുറച്ച് ദൂരം. അതായത് ആദ്യത്തെ വിഡ്ത്ത് കുറയ്ക്കേണ്ടി വരത്തില്ല, കാരണം നമ്മൾ അതുപോലെയാ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നത്. അതെ, രണ്ടാമത് ഇവിടെ സ്ട്രെയിറ്റ് ചെയ്യുന്നൊരു ജോലി കൂടെ ചെയ്യുന്നുണ്ട് വണ്ടിയെ. മറ്റവിടെ ഡോക്ടർ അത് ചെയ്യുന്നില്ല. ഇവിടെ കാറിനെ ഡോക്ടർ കയറേണ്ട സ്ഥലത്തേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്, ഡ്രൈവ് ചെയ്ത് അകത്ത് കൊണ്ടുവരുന്നുണ്ട്, പിന്നെ വണ്ടി സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതില് ഈ സ്ട്രെയിറ്റിങ് ചിലപ്പോ ഒന്നിലധികം തവണ ചെയ്യേണ്ടി വരും. ഇത്ര സ്പേസ് ഇല്ലെങ്കിൽ ഈ കാറ് വീണ്ടും മുന്നോട്ടും ബാക്കോട്ടും എടുത്ത് ലെവൽ ചെയ്യേണ്ടി വരും ഇവിടെ. ഇത് കണ്ട, ഈ മിനിമം ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒറ്റയടിക്ക് സ്ട്രെയിറ്റ് ആയത്. ഈ കാർ ഇവിടെയാണ് കടന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് തവണ ഫ്രണ്ടും ബാക്കും എടുത്ത് ലെവൽ ചെയ്യേണ്ടി വന്നേനെ നമ്മുടെ വണ്ടിയെ. നമ്മളിപ്പോ ഈ ഇങ്ങനെ പാരലൽ പാർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ആ ഒരു ഇതിനെ പാസ് ചെയ്ത് പോയിട്ട് ആ മിററിൽ അത് കാണുമ്പോഴത്തേക്ക് അതെ കാണുമ്പോ നിർത്തണം, കാണുമ്പോ സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വളയ്ക്കണം. എല്ലായിടത്തും റിവേഴ്സ് എടുക്കാൻ ഡോക്ടറിന് വ്യൂ വേണം. എന്നിട്ട് അത് ആക്ച്വലി അത് നമ്മളിപ്പം ചേർന്നാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വളച്ച് കയറ്റിയാൽ മതി. ചേർന്നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതില് ചേർത്തിട്ട് പതിയെ. ആ സാധനമാണ് ഇതിൽ വേണ്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ കാറ് മറയുന്നവരെ ഡോക്ടർ തിരിക്കണ്ട, ജസ്റ്റ് ബാക്ക് വരിക. ആ കാർ എപ്പ മറയുന്നു അപ്പൊ ഫുള്ള് തിരിച്ചേക്കുക. മറ്റേത് ഡോക്ടർ വീതി നോക്കാറുണ്ട്, വീതി ഉണ്ടോ ഇല്ലയെന്ന് നോക്കും. ആ കാറ് കാണുന്ന ആ ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക, റിവേഴ്സ് ഗിയർ ഇടുക. ആ കാറ് മറയുന്നവരെ ബാക്കിലേക്ക് വരിക. അത് നമ്മൾ ഫുള്ള് ഓടിച്ചിട്ടല്ലേ? അല്ല, വെറുതെ വരിക. അതാണ് ആ വ്യത്യാസം ഞാൻ പറഞ്ഞത്. മറ്റേത് ഡോക്ടർ വിട്ട് കുറയ്ക്കുക. ഈ കാറ് മറയുന്നവരെ വന്നിട്ട് വളച്ച് ഫുള്ള് വളച്ചിട്ട് ഒറ്റ തിരിക്ക് വണ്ടിയെ പോയിന്റ് ചെയ്യുക ചെയ്യുന്നത് നമ്മള് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. മറ്റേത് പക്ഷെ വീതി നോക്കിയിട്ട് വീതി ആദ്യം കുറയ്ക്കും, എന്നിട്ട് സ്ട്രെയിറ്റ് ആക്കും, എന്നിട്ട് ഓടിച്ചു വരും, എന്നിട്ട് രണ്ടാമതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലതില്ല. ഇതിൽ ആ കാറ് മറയുന്നത് വരെ വണ്ടി പുറകോട്ട് വരും, കാറ് മറയുന്ന സ്ഥലത്ത് വെച്ച് ഫുള്ള് തിരിച്ച് പോയിന്റ് ചെയ്യും. തണുപ്പ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? മറ്റേതാണെങ്കിലും നമ്മളിപ്പോ പോയിട്ട് ഈ കാറ് കാണുന്ന ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മള് പാരലലായിട്ട് കാണുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് ഗ്യാപ്പ് കൂടുതലല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് വളച്ച് അല്ല സ്ട്രെയിറ്റ് വന്നിട്ട് അത് നമ്മുടെ അതിനോട് അടുക്കുന്നതനുസരിച്ച് അങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മിററിൽ കാണുന്ന ഭാഗം എത്തുമ്പോൾ വളച്ചു കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ കൂടുതൽ ആദ്യമേ തന്നെ തിരിച്ചിട്ട് ആ വീതി ഒന്ന് കുറച്ചിട്ട് വേണം വരാൻ. ഡ്രൈവ് അടുത്തൊരു സ്ഥലം കാണിച്ചു തരാം, ഡോക്ടർ ചെയ്യാൻ പറ്റുമോ നോക്കും.